പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവ് ധന്യന്മാരിവാനിയോസിന്റെ ഓർമ്മയാചരിക്കുന്ന ഈ ദിവസം ഭക്തിയാദര പുരസ്സരം നമ്മെ സ്തുതിക്കുവാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങയുടെ ഈ ദാസൻ ലോകത്തെ ഉപേക്ഷിച്ച് കുരിശെടുത്ത് അങ്ങയെ അനുകരിച്ച് ദേവാ സ്ഥാപിക്കുകയും നിർമ്മല വ്രതങ്ങളാൽ അതിനെ അലങ്കരിക്കുകയും ചെയ്തു. അങ്ങേ ആട്ടിൻകൂട്ടത്തെ നയിപ്പാൻ പ്രധാന ഇടയനായി അങ്ങ് നിയമിക്കുകയും ഭൗമിക പറുദീസയായ സഭയാകുന്ന പാറമേൽ അങ്ങേ മക്കളെ ഉറപ്പിക്കുവാൻ അങ്ങ് നിയോഗിക്കുകയും ചെയ്തു. സത്യവിശ്വാസത്തിലേക്കും മനസാന്തരത്തിലേക്കും അനേകം ഈ ധന്യനാൽ വിളിക്കപ്പെട്ടു. ധന്യന്മാരിവാനിയോസ്പോലിന്തായുടെ ഓർമ്മ പെരുന്നാളിന്റെ ഈ ദിവസത്തിലും ഞങ്ങൾക്ക് അതിന്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും സ്വർഗം തുറന്നു നൽകുമാറാകണമെന്ന് അപേക്ഷിക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെയും നിന്റെ വിളിയാലും കൃപയാലും ആനന്ദിപ്പിക്കുവാൻ യോഗ്യരാക്കണമേ. ചാത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ. ദാസൻ ദാവീദിനെയോർത്ത് സാക്ഷ്യമിതും കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഞാൻ സൃഷ്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദേവദാസന്മാരായി രൂപപ്പെടുത്തുകയും ധന്യനായി ഉയർത്തുകയും വാഴ്ത്തപ്പെട്ടവരായി മുദ്രവെത്തുകയും വിശുദ്ധരെന്ന് വിളിക്കുവാൻ സമയം നിയോഗിക്കുകയും ചെയ്തവനായ കർത്താവിനെ സ്തുതിയും അവൻ തന്റെ ദാസനെ തന്റെ തിരുശരീരത്തിൽ രക്തത്താലും രക്ഷയിലേക്ക് ആനയിക്കുകയും ദിവ്യമായ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവർക്ക് കൃപയുടെ തീർച്ചാൽ അവിടുന്ന് ഒരുക്കി കൊടുക്കുന്നു. നിന്റെ ദാസനും വിശ്വാസത്തിൽ ഞങ്ങളുടെ പിതാവുമായ ധന്യന്മാരിവാനിയോസ്തിരിമേനിയുടെ ഈ ഓർമ്മ പെരുന്നാളിലും എല്ലാ കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ
സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു. പരിശുദ്ധ സഭയെ നീ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. നിന്റെ വിശുദ്ധ സഭയിലേക്ക് അനേകരെ നീ വിളിച്ച് വേർതിരിച്ചു. അവിടെ മഹത്വത്തിനായി കാലോചിതമാം വിധം നിബിയന്മാരെയും ശ്രീരന്മാരെയും സഹോദരന്മാരെയും മൗദ്യാന്മാരെയും അൽപ്പാന്മാരെയും നീ നൽകി. ഉചിതമാം വിധം നിന്നെ ശുശ്രൂഷിച്ചവർക്കായി സ്വർഗീയ കിരീടങ്ങൾ നീ മെനഞ്ഞു. ഇവരുടെ സുഖജീവിതത്താൽ സഭയെ നീ അലങ്കരിച്ചു. ഇവരുടെ മാധ്യസ്ഥം ജനപദങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകി. ഇവരുടെ ചൊവ്വുള്ള വിശ്വാസത്തെ പിൻപറ്റുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തതെന്തെന്നാൽ പരിശുദ്ധ സഭയുടെ അലങ്കാരത്തിനും നവോത്ഥാനത്തിനും നീ ഒരുക്കിയ ധന്യന്മാർ യുവാനിയോസിനെ ഞങ്ങൾക്ക് മധ്യസ്ഥനായി തരണമേ. നിന്റെ ശ്രേഷ്ഠാചാരൻ ഉത്തമ കാര്യവിചാരിപ്പുകാരനും നിന്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല വേലക്കാരനും ആടുകൾക്ക് ജീവൻ നൽകിയ നല്ല ഇടയനും ജ്ഞാനമുള്ള ഭരണകർത്താവുമായിരുന്നുവല്ലോ. ഒരിടയനും ഒരു തൊഴുത്തുമെന്നുള്ള ദിവ്യാഹ്വാനം എന്ന ദാസനെ നിയോഗമായി നീ ഏൽപ്പിച്ചു. അതിനാൽ കർത്താവേ, ഞങ്ങൾ വന്യപിതാവിന്റെ നാമം പരിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർക്കണമേ. ക്രോണോസിന്മേ എന്ന ദാസൻ ബഹുമാനിക്കപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവേ, നിന്റെ സഭയെ ഐക്യത്താൽ പരിപോഷിപ്പിക്കണമേ. അവളെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ എല്ലാ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സന്യസ്തരെയും വിശ്വാസികളെവരെയും സ്വർഗീയ ഋഷവേമിൽ ലോപിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗ്യമോർ ഭാഷമാർ പോലീശുവാനവന്യേ. ദൈവം സൃഷ്ടിച്ച God
കൊണ്ടും നിൻ രക്തത്താൽ പുണ്യപേട്ടും നിദ്രാപ്രാപ്തന്മാരോധരണം സ്വർഗീയോത്സേവിൽ നീ സിംഹാസനമേ ദേവി ദുഷ്ടരെ വേറാക്കും നേരം സന്തോഷന്മാരാ അവർ നിന്മലമായി നിൽക്കേണം മുറിയോറാകെ മലയോധാരേ നൽകിടുക പുണ്യം ഹല്ലേലൂയ. പള്ളികൾ ദയറാകളിൽ നിന്നെ ആയുഷ്കാലേ പരികർമ്മിച്ചോരാചാര്യ ഷന്മാർക്കായി കരമതിൽ നിന്തിരുമേ നിണമവരാഘോഷിച്ച കടമെല്ലാം നീങ്ങിടുവാനായി മദ്ബഹാനദിനുള്ളിൽ നിന്തിരുമേ അവർ പിഴ പോക്കണമേ തവരുതിരം പാപം മായ്ക്കണമേ നിന്മലഭാഗേ പാടുമവർ നാഥാ സ്തോത്രം മുറിയോറാകെ മലയുവാതാരേ കരികിൽ മുടഞ്ഞൊരു നൽമുടികൾ ബലിപീഠത്തിലിരേ കൊണ്ട് നിർമ്മലനായി പരികർമ്മിപ്പോ ആചാര്യർക്കവ ചൂടിയിടും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെ ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയിൽ ബലഹീനവും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ഹോശോ നമ്മുടെ പുണ്യപിതാവിന്റെ ഖബർ ചുംബിച്ച് അകത്ത് ഈ ഞങ്ങളത്തേക്ക് വന്ന് ഖബർ മത്തി പോകുന്ന ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതിനാൽ തന്നെ നമുക്ക് അത് ഭക്തിയോടും ക്രമീകൃതമായി നിർവഹിക്കേണ്ടതുണ്ട്. ഈ സാധാരണ ചെയ്യുന്നത് പോലെ ഈ ഇടതുവശത്തെ വാതിൽ പിന്നെ ഭാഗത്ത് നിന്ന് സേവ മുദ്രിക്കുന്നതാണ്. എല്ലാവരും ആ വഴിയിലൂടെ വന്ന് അകത്ത് കവർ ചുംബിച്ച് ബാക്കിയുള്ള ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നു എന്ന് വിചാരിച്ച് വേഗത്തിൽ കാര്യം ക്രമീകരിക്കണം. വലതുവശത്ത് കൂടി പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള ക്രമീകരണം